NDA ഘടകകക്ഷികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് ഇത്തവണ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചത്. ബീഹാറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ടൂറിസം വികസനത്തിനുമായി കോടികളുടെ പദ്ധതിയാണ് ബജറ്റിലുള്ളത്. ആന്ധ്ര തലസ്ഥാന നഗര വികസനത്തിന് 15,000 കോടി രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിനെ താങ്ങി നിർത്തുന്ന JDU-വിനെയും TDP-യെയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമമെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഉദ്ദിഷ്ടകാര്യത്തിന് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനുമുള്ള ഉപകാരസ്മരണയായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ്. The states in the eastern part of the country are rich in endowments and have strong cultural traditions. We will formulate a plan, Purvodaya, for the all-round development of the eastern region of the country, covering Bihar, Jharkhand, West Bengal, Odisha and Andhra Pradesh. ആന്ധ്രാപ്രദേശിന് പ്രത്യേക വികസന പദ്ധതി, വ്യവസായ ഇടനാഴിയും ലഭിക്കും. 15,000 കോടിയുടെ പ്രത്യേക ധനസഹായത്തിനാണ് നിർദ്ദേശം. അമരാവതിയിൽ പുതിയ തലസ്ഥാനം പണിയുന്നതിനായി ആവശ്യമായ സഹായവും ബഡ്ജറ്റ് വാഗ്ദാനം ചെയ്തു. ബീഹാറിന് 26,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ലഭിക്കുക. സംസ്ഥാനത്തിന് അധിക വായ്പ ലഭിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തും. ബീഹാറിലെ ഗയയിൽ അമൃത്സർ കൊൽക്കത്ത പാതയിൽ പുതിയ വ്യവസായ കേന്ദ്രം സ്ഥാപിക്കും. സംസ്ഥാനത്ത് റോഡ് പദ്ധതികൾക്കായി 26,000 കോടി ലഭ്യമാക്കും. കൂടാതെ പുതിയ വിമാനത്താവളങ്ങളും മെഡിക്കൽ കോളേജുകളും കായിക കേന്ദ്രങ്ങളും സംസ്ഥാനത്തിന് ബഡ്ജറ്റ് ഉറപ്പു നൽകി. വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്കായി 11,500 കോടി രൂപയും ബീഹാറിന്റെ ഖജനാവിൽ കേന്ദ്രവിഹിതമായി എത്തും. ബീഹാർ, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് നൽകിയ പ്രത്യേക പരിഗണനയ്ക്കെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർ ലോക്സഭയിൽ പ്രതിഷേധമുയർത്തി. Bihar has frequently suffered from floods, many of them originating outside the country. We will provide assistance to Assam for flood management and related projects. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അറിയിച്ചു. അധികാരം നിലനിർത്താനായെങ്കിലും പൊതുതെരഞ്ഞെടുപ്പിൽ ചില സംസ്ഥാനങ്ങളിൽ NDA മുന്നണിക്കുണ്ടായ പരിക്ക് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ഏറെ വലുതാണ്. ആ സംസ്ഥാനങ്ങളിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24.